നിങ്ങളിത് എന്ത് നിപ്പാണി നിക്കണത്? നിനക്ക് ഇങ്ങനെ നിൽക്കാമെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇങ്ങനെ നിന്നാല് കുറച്ച് കഴിയുമ്പോ ഞാൻ ഇങ്ങനെ നിൽക്കും. അതാണോ ഞാൻ പറഞ്ഞത്? കൊച്ചിനെ മാന്യമായിട്ട് കെട്ടിച്ചു വിട്ടതാണ്, അവിടുന്ന് വഴക്ക് വിട്ടു ഇവിടെ വന്ന് നിൽക്ക്, എന്നിട്ട് അതിനൊന്ന് തിരിച്ചയക്കാനായിട്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്തം കാണിക്കും. നീ കുറച്ചുകൂടി അങ്ങോട്ട് പുന്നാരിപ്പിക്കടി അങ്ങോട്ട്. വളർത്തു ദോഷ അല്ലാതെ വേറൊന്നും അല്ല. എനിക്കറിയാം നിങ്ങൾ അല്ലേലും ഇങ്ങനെ പറയുള്ളന്ന്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത അത് തള്ളയുടെ വളർത്തുദോഷം. നല്ലതാണെങ്കിൽ അയ്യോ എന്റെ മോൻ എന്റെ മോളെന്ന് പറയാൻ എല്ലാ അച്ഛന്മാരും ഉണ്ടാവും. നിനക്ക് കൊച്ചിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞിട്ടൊന്നും ആ കൊച്ചു കേൾക്കണില്ല. നിങ്ങൾ വേണേ പറ. അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. തഞ്ചത്തിലും തരത്തിലും വേണം കൊച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. എന്നാലേ തഞ്ചത്തിനും തരത്തിനും നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. കൊച്ചെന്തേ കൊച്ചേ കൊച്ചേ പിള്ളയായിട്ട് വന്ന് വഴക്കിട്ടിട്ട് വന്ന് നിക്കുകയാണ് ഇവിടെ കൊച്ച്. സുഖല്ലേടാ? അതുകൊള്ള നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ എനിക്ക് സുഖമെന്ന് പേരിട്ടത്. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നപ്പോ എന്നോട് തന്നെ ചോദിക്കണേ സുഖമല്ലേടാ? അതിലെങ്കിലും ഒരു സുഖം ഉണ്ടാകട്ടെ എന്ന് ഓർത്താ. പേരില് മാത്രം ഇച്ചിരി സുഖമുള്ളു, എനിക്ക് ജീവിതത്തിൽ ഒരു സുഖമില്ല. മക്കൾ ഇങ്ങോട്ട് വന്നേ. കൊച്ചിനെ വളർത്തിയതാരാ? അച്ഛനും അമ്മ. നിന്നെ പഠിപ്പിച്ചു തരാ കൊച്ചെ? പീതാംബരം മാഷ്. അതാണോ ഞാൻ ചോദിച്ചത്? നിന്നെ പഠിപ്പിക്കാനുള്ള പൈസ മുടക്കിയത് ആരാന്ന്? അച്ഛനും അമ്മയും. നിന്റെ കല്യാണം നടത്തിയതാരാ? ബ്രോക്കർ ശശി. നിന്റെ കല്യാണത്തിന് കാശ് മുടക്കിയതാരാന്ന്? അച്ഛനും അമ്മയും. അങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്തി നിങ്ങൾക്ക് രണ്ടുപേർക്ക് താമസിക്കാനുള്ള വീടും ഉണ്ടാക്കി തന്നില്ലേ? ഉണ്ടാക്കി തന്നു. പിന്നെ എന്നാ ഉണ്ടാക്കാനാണ് നീ അവളുമായിട്ട് വഴക്കിട്ട് ആഴ്ച ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്കൊരു ഭാരമല്ലേ? എടാ കൊച്ചെ, അതല്ല, ഞങ്ങൾക്കൊരു പ്രൈവസി വേണ്ടേടാ. നിങ്ങളിവിടെ പ്രൈവറ്റ് ബസ് ഓടിച്ചായിരുന്നോ? ഞാൻ നിലക്കൽ ഇത് പമ്പയിൽ കൊണ്ട KSRTC ബസ് പോലെ നെട്ടോട്ട് ഓടിക്കൊണ്ട് നടക്കല്ലേ? അങ്ങനെ ഓടി ഓടി നീ ഇങ്ങോട്ടെന്താണ് വന്നത്? എടാ സാധാരണ പെൺപിള്ളേരല്ല ആണുങ്ങളുമായിട്ട് വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഒന്നുമില്ല, നീ ഒരു ആണല്ലേ? ആണോ? ഞാനൊരാണാ. അതിന്റെ പേരിലാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ ഒരാണ് എത്രന്ന് വെച്ചിട്ട് ഒരു പെണ്ണിന്റെ ആട്ടും തുപ്പും കേട്ടോ നിൽക്കുന്നത്. അവൾ ആട്ടുസൂപ്പൊക്കെ ഉണ്ടാക്കി തരുവാ? ആട്ടുതൂപ്പല്ല, ആട്ടും തുപ്പും നിൽക്കാൻ പറ്റുമോ? അളയോ ആരാണ്ട് ബേസ് ഇട്ട് വന്നോണ്ടല്ലോ. അളയോ അന്നത് ബേസിൽ അളിയനായിരിക്കും. പിന്നെ ഞാൻ രണ്ടുപേരോട് കൂടി ഞാൻ ഒരു കാര്യം പറയാം. ചിലപ്പോ അളിയനും അവളെയും കൂട്ടിയിട്ട് വന്നാക്കണായിരിക്കും. എന്നെ ആ നരകത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടണ്ട, ഞാൻ പോകൂല. അളിയാനെ മോൻ തിരിച്ചു നിൽക്കണോ? നീ അളിയനെ വിളിക്കണ. എല്ലാടാ അങ്ങോട്ട്. അളിയൻ വാ. അളിയ അളിയൻ കേക്ക്, ഞാനൊരു വിവരക്കേട് പറയട്ടെ. പറഞ്ഞാ മതി, അറിയാല. അളിയൻ കാണിച്ചൊരു വിവരക്കേട് പറയട്ടെ. പറ. അച്ഛനും കേൾക്കണേ, അമ്മയും കേൾക്കണം. വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ മിനി അവിടെ സൈഡിൽ ഇരുന്നിട്ട് കണക്കണാന്നെന്തോ പറഞ്ഞ്. അത് കേട്ടപ്പോ അളിയൻ അപ്പുറത്ത് നിന്നിട്ട് ഗുണഗുണാന്ന് വേറെന്തോ പറഞ്ഞ്. ഇവള് കണങ്ങണാന്ന് പറയും, പുള്ളി ഗുണഗുണാന്ന് പറയും. അവിടെ എന്ത് കണഗുണഗുണ സംഭവിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നാ കണവണ ഈ പറയണത്? അവിടെ എന്തോ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞതും അളിയൻ ബാഗ് എടുത്തിട്ട് ഇറങ്ങി പോന്നു. അതാണ് അളിയൻ കാണിച്ച വിവരക്കേട്. ഒരു പണി ചെയ്തേ, മിനിമോളും വന്നിട്ടുണ്ട്. അളിയൻ പോയിട്ട് ബാഗും കളിപ്പാട്ടവും കളർ പെൻസിലൊക്കെ എടുക്കും, നമുക്ക് പോവാം. മിനി വിളിക്ക്. സുഖേട്ടാ. ആ വിളി തന്നെ ഒരു സുഖമില്ല. സുഖേട്ടാ. മിനിമോളല്ലേ വിളിക്കുന്നത്? മിനിമോള് മിനിമോളല്ലേ ഉള്ളു? മിനിലോറി ഓടി വരണ കാണാനൊക്കെ ഭയങ്കര കൗതുകോ. ഇത് എപ്പോഴാണ് നെഞ്ചത്തിടിച്ച് കയറണമെന്ന് പറയാൻ പറ്റൂല. അളിയാ, നമ്മള് ഞങ്ങളുടെ ഊളപ്പറമ്പ് തറവാടിനൊരു സൽപ്പേരുണ്ട്. ആ പേര് തന്നെ ഉണ്ടല്ലോ. അപ്പൊ അത് കളയരുത്. അതുകൊണ്ട് ആ വീട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് രഹസ്യം അളിയന് ഇവിടെ ചുരുളഴിക്കണം. നീ ആ ചുരുളൊന്ന് കഴിച്ചേ നോക്കട്ടെ. ഞാൻ ചുരുളഴിക്കും. ഞാൻ പറയാം. സ്ത്രീധനവാക്കിയുടെ പേരും പറഞ്ഞ് എന്നെ ഇവര് മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുക. സ്ത്രീധനത്തിന്റെ ബാക്കി തരേണ്ടത് അവരല്ലേ? അല്ല, തരാനുള്ള ബാക്കിയല്ല. ആദ്യം കുറച്ച് തന്നില്ലേ, അതില് ബാക്കിയൊന്നുമില്ല. അളിയനെല്ലാം വിറ്റ് തൊലച്ചു. നീ ഇത് എന്ത് ചെയ്തടാ? അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ പല പണിക്ക് പോകും. പിന്നെ ഞാൻ പോവാ. അതുപോലെ തന്നെ ഇവിടെ പോകില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഇവള് പണിക്ക് പോണത്. മടിച്ചാണ് ഇവള് മടിച്ച്. ഈ തുച്ഛമായ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്ര വലിയൊരു കുടുംബം എങ്ങനെ നിലനിന്ന് പോകും? ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. അങ്ങനെ എന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിട്ട് ഇവളുടെ കുറച്ച് സ്വർണ്ണങ്ങൾ എടുത്ത് അത് തീർന്നു പോയി. ഞാൻ അങ്ങനെ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ചത്തുപോന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ചാലേ. കാണിക്കില്ല മക്കളെ. കണ്ടാടി, എന്റെ കുഞ്ഞവിടെ നീറി പുകയുവാ. എന്നിട്ട് ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് പോകാൻ വന്നപ്പോ അമ്മ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ വലിച്ചത്? ഞാൻ അതിനകത്ത് നീറി പുകയുവാ. മക്കളെ
എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഈ കൂടുതലൊന്നും സംസാരിക്കണ്ട. എടി പണ്ട് ആ ലീലയുടെ മോളുടെ ആലോചന വന്നപ്പോ അത് നടത്താൻ ഞാൻ പറഞ്ഞതല്ലേ. ആ കൊച്ചാകുമ്പോ ഡെയിലി പണിക്ക് പോകും. ഇവളെ പോലെ അല്ല, അറിയാവാ കൊച്ചിന്റെ പഠിത്തമാണ് നടുക്ക് വെച്ച് നിർത്തി കളഞ്ഞ്. എവിടെ വെച്ച് നടുക്ക് വെച്ചാ? എന്താ? അല്ല, ഇവരുടെ ഒരു തറവാട്ടിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണല്ലോ. അപ്പൊ ഈ 5 എന്ന് പറയുമ്പോ ഏകദേശം നടുക്കായിട്ട് വരും. എനിക്ക് പഠിപ്പ് തുടർന്ന് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തോരം കുട്ടികളാണ് കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോണത്. ഇവള് വിടൂല. എന്താ പോട്ടെ, എന്റെ ഏതെങ്കിലും കോഴ്സിന് വിട്ടൂടെ? എന്റെ സുഖേട്ടൻ പറ, സുഖേട്ടൻ ഏത് കോഴ്സിനാ പോണ്ടിയത്? എനിക്ക് ചമ്മറം ഭാഷ പഠിക്കണം. എന്ത് ഭാഷ? ചമ്മറം ഭാഷ പഠിക്കാൻ. ജർമ്മൻ ഭാഷയെ. അച്ഛന്റെ പേരെന്താ? ധർമ്മജൻ. അളിയെന്ന് പറഞ്ഞേ? ചമ്മറജൻ. മലയാളം പറയുമ്പോ തന്നെ ജർമ്മനാണ് വായിന്ന് വന്നത്. പിന്നെ പ്രത്യേകിച്ച് പഠിക്കണേന്തിനാ? ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. ഇങ്ങനെ സൗകര്യം കൂടി പോയിന്റെയോ? സൗന്ദര്യം കൂടി പോയതൊരു ശാപമാണ്. അയ്യോ, സൗന്ദര്യല്ല സൗകര്യം. അച്ഛനറിയോ, ഇങ്ങനെ നാട് മൊത്തം കടാക്കി വെച്ചിരിക്കുക. എന്റെ ദൈവമേ, എന്തിനാണ് നീ എന്നെ പോലെ ലോകം മുഴുവൻ കടം മേടിച്ച് കൂട്ടിയേക്കണത്? എന്റെ അച്ഛൻ, ഞാനൊരു പുരുഷനല്ലേ, എനിക്കില്ല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും. അളിയനറിയാലോ, ഗോവൻ ചേട്ടന്റെ കട അറിയാലോ, നമ്മുടെ പറ്റുകട. പറ്റിയടാ. ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ പറ്റും. ഈ ഇവൾ അറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മുടക്കി. ഇനി മേലാൽ അയാൾക്ക് അവിടുന്ന് പറ്റുകൊടുത്തു പോകരുതെന്ന്. എന്തിനാണ് എന്റെ കൊച്ചു കിടന്ന് പറ്റി മേടിക്കുന്നത്? അവിടെ നിന്ന് മുടക്കുണ്ടാക്കിയത്. പൊന്നാര മോനോട് ചോദിച്ചു നോക്ക് എന്താ പറ്റിയെന്ന്. മക്കൾ എന്നതാ പറ്റിയത്? ഏണിയും പാമ്പും ഒരു കളി കൊടുക്കുക. 40 വയസ്സിൽ മുതുക്കൊരു കളിക്കുന്ന കളി ഏണിയും പാമ്പു. പിന്നെ ചെസ് കളിക്കാനുള്ള ബുദ്ധിയൊന്നും ഞങ്ങളുടെ തറവാട്ടുകാർക്കില്ലേ? അത് ഞങ്ങൾക്കുമില്ല. നീ അങ്ങനെ പുച്ചിക്കൊന്നും വേണ്ട. നീ കാലത്ത് വലിയ കാര്യത്തിന് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഗമേലി പഠിക്കുവല്ല. കുടുംബത്ത് വെറുതെ ഇരിക്കണേ, എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അത് വേണം. അപ്പൊ ഞാനെന്ത് ചെയ്യും? വെറുതെ ഇരിക്കണ അളിയനായിട്ട് ഏണിയും പാമ്പും കളിക്കും. ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ് അതിനകത്ത്. ഒരു 350 കടം ഉണ്ടായി വീടണേ. എന്റെ പൊന്നളി, അച്ഛന്റെ പെൻഷൻ കാശ് ഒന്ന് കിട്ടിക്കോട്ടെ. ലോകത്തുള്ള പാമ്പെല്ലാം കൂടി എന്റെ നെഞ്ചത്ത് തേടി വെച്ച് വീഴാൻ പോവാണ്. അത് മാത്രോ, ഇവള് ഈ ഏണി പാമ്പിന്റെ ബോർഡില്ലേ നാരാക്കി വലിച്ചു കീറിട്ട് അടുപ്പിലിട്ട് കത്തിച്ചു. പണിയാണ് കളിച്ചത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കളിക്കുന്ന കളിയാത്. അതില്ലാണ്ടാക്കിയാ നീ. എന്റെ പൊന്നച്ഛനും മിണ്ടാതിരിക്കും, ഞാൻ സംസാരിച്ചോളാം. അതെ സുഖേട്ടാ, ഞാൻ പറഞ്ഞ കേക്ക്. എന്റെ അച്ഛനില്ലേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി സുഖേട്ടാ കാത്തിരിക്കുന്നുണ്ട്. വാ. എന്റെ ദൈവമേ, ഇവളുടെ അച്ഛൻ എന്നെ കാത്തിരിക്കുകയാണെന്ന്. ഇവളെക്കാളും വലിയ സൈക്കോണ് പുള്ളിക്കാരൻ. പിന്നെ ഒരു ദിവസം രാത്രി ചോറിനാനായിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ ഉരുട്ടിട്ട് ഇങ്ങനെ വായന് വെക്കാൻ പോവില്ല, ഇവളുടെ അച്ഛൻ എന്റെ കൈ കയറി പിടിച്ചു. ആ പണ്ട് ഇവളുടെ അച്ഛൻ എന്റെ കൈ കയറി പിടിച്ച പോലെ. അന്ന് ഞാനുണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഞാൻ ക്ഷമിച്ചോണ്ടാ നീ ഉണ്ടായത്. എന്നിട്ട് എന്റെ മുഖത്തോട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം. എടാ, വേലക്കും കൂലിക്കും പോകാതെ ഇവിടെ വന്നിരുന്ന് കള്ളച്ചോറുണ്ണാൻ നിനക്ക് ഉളുപ്പില്ലടാ. എന്നോട് പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ. ചങ്ക് തകർത്ത് കളഞ്ഞില്ലേ? എന്റെ കൊച്ചിന്റെയാ? അല്ലല്ലോ, ഇവളുടെ അച്ഛന്റെ. ഇടിയെല്ലാം വെച്ചു കൊടുത്തത്. പിന്നെ ഞാൻ കൊച്ചിന്റെ സിർലാക്ക് എടുത്ത് കഴിച്ചിട്ട് കിടന്നു. ഞാൻ അന്ന് രാത്രി ഒരു കണ്ണടച്ചിട്ടില്ല അച്ഛാ. അമ്മായിയപ്പനെ ഇടിച്ചതിന്റെ വിഷമം കൊണ്ടായിരിക്കും അല്ലേ? അതൊന്നുമല്ല, കൊച്ചിന്റെ സിർലാക്ക് എടുത്ത് ഞാൻ കഴിച്ചില്ലേ. പിന്നെ രാത്രി ആയപ്പോ കൊച്ചു വെച്ചിട്ട് സിർലാക്ക് വെച്ചുകൊണ്ട് അളിയനെ പോലെ ഒരു നരിച്ചീറ് കൊച്ച്. ഏത് സമയവും വിശപ്പും. പാരമ്പര്യാന്നേ. ഓ, ഇനി അതും ഇതൊന്നും പറഞ്ഞിരിക്കണ്ട. ചട്ടിയും കലാകുമ്പോ അങ്ങനെ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. ഇതുപോലെ തല്ലിപ്പൊട്ടിക്കാതെ നോക്കിയാ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനും ഇവളും കൂടി ഒരുമിച്ച് പോകുന്നു ഇനി അളിയൻ വിചാരിക്കണ്ട. അളിയങ്ങാന്ന് ഒരുമിച്ച് പോകണ്ടെന്ന്. അവള് 15 ജിയോ ട്രാവൽസിന് പോട്ടെ, നമുക്ക് അടുത്ത ബസ്സിന് പോവാ. അളിയാ, ഞാൻ അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതം ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകൂല, ഞാൻ തീരുമാനിച്ചു. കൊച്ചേ, പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാൻ നോക്ക്. ഞാൻ പോകൂല. അളിയോ അതെ, മിനിമോള് വിളിച്ചാ വരണ്ട. പക്ഷേ അളിയന്റെ ഹൃദയത്തില് ഞാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇവളുടെ ഹൃദയത്തിൽ ഞാനില്ല. എന്റെ ഹൃദയത്തിൽ അളിയൻ കയറി ഇരിക്കണം എന്നല്ല പറഞ്ഞത്. പുതിയ ഏണിയും പാമ്പിന്റെ ബോർഡ്, പുതിയ കരിക്കൾ, പുതിയ ഒറ്റ ഇടിച്ച്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു കിൽത്ത് കിൽത്തണമല്ല. അതത്ര ഉള്ളു. പിന്നെ അപ്പൊ പോയല്ലേ? പിന്നെ അപ്പൊ ഞാൻ ആ 350 വീട്ടിൽ ഞാൻ ഇതിന്റെ ആരെ നോക്കിയിരിക്കണം. അപ്പൊ നമുക്ക് പിന്നെ അല്ലാതെ കണ്ടാ, വലിയ വലിയ പിണക്കങ്ങളൊക്കെ തീരാനായിട്ട് ഒരു ചെറിയ ഇണക്കം മതി. അച്ഛൻ ഇത് കണ്ടാ? ഇതെന്തത്? ദേണിയും പാമ്പും അല്ല, ഇതാണ് നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മളൊരു പാമ്പ് കടിക്കും, നമ്മൾ താഴെ പോകും.
അവിടെ നിന്ന് നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് ചെല്ലുമ്പോ ഒരു കോണി കിട്ടും. അത് കയറി മുകളിലോട്ട് കയറും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, ഒരു ഇറക്കത്തിന് ഒരു കയറ്റം. അതാണ് ജീവിതം. അപ്പൊ ഞാനൊരു ഏണി പാമ്പ് മേടിക്കാൻ പോവാ. അളിയൻ പറഞ്ഞത് കറക്റ്റാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏണി എന്റെ അളിയനാ. അതെ, ഞാനാണ് എപ്പോഴും ഏണി വെക്കാറ്. ഇവളാണ് പാമ്പും. അപ്പൊ പോവാം. അപ്പൊ അതൊന്നും നോക്കാതെ കെട്ടും കിടക്കൊക്കെ എടുത്ത് നീ ഇറങ്ങാൻ നോക്ക്. അതൊക്കെ പിന്നെ എടുക്കാം. മാളി, അങ്ങനെ പെട്ടെന്ന് ചാടി കയറി ഇറങ്ങി പോരാനൊന്നും പറ്റൊന്നുമില്ല. അജിക്കൊന്ന് എന്താണ് വണ്ടിക്കൂലിയും ചെലവച്ചെന്താ? അത്ര ഉണ്ടായിരുന്നല്ല. എന്റെ മക്കൾക്ക് അച്ഛൻ തരാം വണ്ടിക്കാശ്. എന്നാ പിടിച്ചു. ഏ? ഇത് ഞാൻ നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ തന്ന പൈസയാണോ പക്ഷേ? അതെടുത്ത് അവന് കൊടുത്തോ? കൊച്ചിന് കാശ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇരുട്ടിലാവൂലേ? ഇനി നമ്മൾ ഇരുട്ടിലായാലും ആ കൊച്ചിന്റെ ജീവൻ വെളിച്ചത്തിലാകത്തില്ലേ? ഇന്നാളത്തെ പോലെ ഒരു ഒറ്റ അടിയാൻ പറ്റാന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, കംപ്ലീറ്റ് ഇരുട്ടായി പോകും. കൊച്ചേ, ഇങ്ങ് വന്നേ. ആ കാശിങ്ങിതാ. ഇതാ ഇതെന്തിനാ? ഞാൻ വല്ല വഴിക്കും പോകാൻ പോവാ. ഇവളുമായിട്ട് ഇനി ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് പോവല്ലേ? എന്ത് എന്റെ അച്ഛൻ കാര്യം മനസ്സിലാക്കണം. ഞാൻ പിണങ്ങി പോയി കഴിഞ്ഞാ വന്ന് കേറാനായിട്ട് ഇരിക്കൂട്ടൊരു വീടുണ്ട്. അച്ഛൻ വല്ലയിടത്തേക്ക് ഇറങ്ങിപ്പോയാ ചെന്ന് കയറാൻ വല്ല വീടുണ്ടാ? ഇത് നിന്റെ വീടുണ്ടല്ലോ. അയ്യോ, അത് ഞങ്ങളുടെ വീടല്ലേ? ഞങ്ങളുടെ വീടാ. അമ്പഴേ, എന്തായാലും ഞാൻ വഴിക്കിറങ്ങിയതല്ലേ, കറണ്ട് ബില്ല് അടച്ചും വരാം. അതായിരിക്കും നമ്മുടെ വീടിന് നല്ലത്.